ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലീഗൽ മെട്രോളജിയിലെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ വരുന്ന സൊല്യൂഷൻ എന്ന മൊഡ്യൂളിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ 3 മാർക്കാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് കുറച്ച് ടേംസ് റിലേറ്റഡ്, അതായത് കുറച്ച് ടേംസുകളുണ്ട്. അതായത് മൊളാലിറ്റി, അതുപോലെ മോൾ ഫ്രാക്ഷൻ, പിന്നെ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നന്നായി നോട്ട് ചെയ്ത് പോവേണ്ടത് കേട്ടോ. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, പക്ഷെ എന്താണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകൾ, അതുപോലെ ഇക്വേഷൻസ്, കാരണം പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നോട്ട് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഞാനിതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: How many grams of hydrogen chloride are required to prepare 4 liter of 5 mole HCl? പിന്നെ എന്ത് തന്നിട്ടുണ്ട്? മോളാർ മാസ് ഓഫ് HCl കൂടി നമ്മളത് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോളാർ മാസ് ഓഫ് HCl എന്ന് പറയുന്നത് എത്രയാണ്? 36.5 gram per mole എന്ന് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഗിവൺ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇങ്ങനെ ഒരു പ്രോബ്ലം തരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്നല്ലേ നമ്മൾ നോക്കി പോകേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് ഇതിനകത്ത്? 5m, അതായത് എന്താണത്? മൊളാരിറ്റി ആണ് കേട്ടോ. മൊളാലിറ്റി അല്ല മൊളാരിറ്റി, രണ്ട് ടേംസ് നമ്മൾ മാറിപ്പോകരുത്. അപ്പോൾ എന്താണ് ആദ്യം തന്നിട്ടുള്ളത്? ഇതിനകത്ത് മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ആണ്, അതായത് 5 മോൾ അല്ലേ, 5 മോൾ പെർ ലിറ്റർ. ഓക്കെ, പിന്നെന്താ തന്നിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനകത്ത്? വോളിയം തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് എത്രയാ? 4 വോളിയവും നമുക്കിവിടെ അവൈലബിൾ ആണ്, അതായത് 4 ലിറ്റർ വോളിയം എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൂടാതെ എന്താണ്? മോളാർ മാസ് ഓഫ് HClന്റെ മോളാർ മാസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. മോളാർ മാസ് നോട്ട് ചെയ്യുക, 36.5 gram per mole തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? റിക്വയർഡ്, അതായത് ഹൗ മെനി ഗ്രാംസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എത്ര മാസാണ് നമുക്കിതിന് ആവശ്യമുള്ളത്, അതല്ലേ? മാസിൻ്റെ യൂണിറ്റ് അല്ലേ ഗ്രാം. അപ്പോൾ എന്താ, എത്ര മാസാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് എന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾസ് ഇൻറ്റു എന്താ വരുന്നത്? മോൾസ് ഇൻറ്റു എന്താ പറയുക? മോളാർ മാസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മോളാർ മാസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് മോൾസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് മൊളാരിറ്റി ഫോർമുലയിലാണ് അത് വരുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, മോൾസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? മൊളാരിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. മൊളാരിറ്റി ഇൻറ്റു വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് 5 × 4 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മൊളാരിറ്റി 5 മോൾസ് അല്ലേ, വോളിയം 4 ലിറ്റർ തന്നിട്ടുണ്ട്. സോ ആൻസർ ഇവിടെ വരുന്നത് എത്രയാ? 20 മോൾസ് ഓഫ് HCl എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ മോൾ കിട്ടി, നമുക്കിപ്പോൾ മോൾസ് കിട്ടി. ഇത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം കാൽക്കുലേറ്റ് ചെയ്തൂടെ? അതായത് കാൽക്കുലേറ്റ് ദ റിക്വയർഡ് മാസ് അല്ലേ. റിക്വയർഡ് മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മാസ് ഈക്വൽ ടു എന്താ? മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മോൾസ് ഇൻറ്റു അല്ലേ, മോൾസ് ഇൻറ്റു എന്ത് വരും? മോളാർ മാസ് നോട്ട് ചെയ്യുക കേട്ടോ, ഫോർമുലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ മോൾസ് ഇവിടെ കിട്ടി. 20 × മോളാർ മാസ് എന്ന് പറയുന്നത് 36.5 gram per mole ആണ്. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 730 gram എന്ന് കിട്ടും കേട്ടോ. ഇത്രയാണ് 730 gram. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിൻ്റെയും ഫോർമുലാസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2: If 100 milliliter of 0.5 mole nitric acid solution is diluted with 200 milliliter of water, what is the new molarity? മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? മൊളാരിറ്റി നോട്ട് ചെയ്യുക. മൊളാലിറ്റി അല്ല കേട്ടോ. എന്താണ്? മൊളാരിറ്റിയാണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിക്കാം? എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്? അതായത് ഇനീഷ്യൽ മൊളാരിറ്റി M1
പിന്നെ ഏതാ നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ആണ്. അത് എന്തിലാണ് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളത്? വാട്ടറിലാണ് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം നമുക്ക്? M1, അതായത് ഇനീഷ്യൽ മൊളാരിറ്റി M1 എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യാണ്. അപ്പോൾ M1 ഈക്വൽ ടു എന്താ? M1 എന്ന് പറയുന്നത് 0.5 മോൾസ് എന്ന് കൊടുക്കാം. പിന്നെ എന്താ പറഞ്ഞ വോളിയം, അവിടുത്തെ വോളിയം എത്രയാ? V1 ഫസ്റ്റ് അല്ലെ, ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് 100 ml വോളിയവും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ? അതിലെന്താ ചോദിച്ചിട്ടുള്ളത്? ന്യൂ മൊളാരിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ന്യൂ മൊളാരിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് V2 തന്നിട്ടുണ്ട്. അടുത്ത സൊല്യൂഷൻ എത്രയാ? V2 എന്ന് പറയുന്നത് 200 ml ആകുമ്പോൾ അവിടെ വരുന്ന M2 മൊളാരിറ്റി എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്നെടുത്ത് എഴുതുക. അപ്പോൾ M1 ഉണ്ട്, V1 ഉണ്ട്. അപ്പോൾ പുതിയത് വാട്ടറുമായി ഡൈല്യൂട്ട് ചെയ്തപ്പോൾ 200 ml ആകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ന്യൂ, അതായത് നൈട്രിക് ആസിഡ് സൊല്യൂഷൻ വാട്ടറുമായി ഡൈല്യൂട്ട് ചെയ്തപ്പോൾ 200 ml വാട്ടറുമായി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ന്യൂ മൊളാരിറ്റി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ M2 എന്താ? M2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ഫോർമുല എങ്ങനെയാണ് M2ൻ്റെ? അപ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് M1 V1. ഓക്കെ, M1 V1 ഈക്വൽ ടു എന്താ വരുന്നത്? സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ വരുന്നത് M1 V1 ഈക്വൽ ടു M2 V2 ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ ന്യൂ മൊളാരിറ്റി ഏതാ? M2 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? M2 ഈക്വൽ ടു എന്ത് ചെയ്താൽ നമുക്ക്? M1 V1 ബൈ എന്ത് ചെയ്യാം? V2 എഴുതിക്കൂടെ? അപ്പോൾ നമുക്കതിൽ എന്തില്ല? M1ഉം V1ഉം ഉണ്ട്, V2 പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ V2 200 ml എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതരുത്. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇവിടെ എടുക്കേണ്ട കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു ഭാഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. V2 എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് 200 ml എന്ന് പറഞ്ഞിട്ട് എഴുതും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫൈനൽ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? V2 ആയി എടുക്കേണ്ടത്. അതായത് V2 ഈക്വൽ ടു ഫൈനൽ വോളിയത്തിനെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? V2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് എടുക്കേണ്ട കേസ് പറഞ്ഞുതരാം. അപ്പോൾ ഫൈനൽ വോളിയം V2 ഈക്വൽ ടു അങ്ങനെ വേണം ഇവിടെ എടുക്കണം കേട്ടോ. ഫൈനൽ വോളിയം V2 ഈക്വൽ ടു എന്താ വരുന്നത്? V1 പ്ലസ് V ആഡഡ്, നമ്മൾ ആഡ് ചെയ്തത് കൂടി ആഡ് ചെയ്യുക. അങ്ങനെ വേണം ഇവിടെ V2നെ എടുക്കേണ്ടത്. സോ V1 എന്ന് പറഞ്ഞാൽ എത്രയാ? 100 പ്ലസ് 200 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 300 ml. അപ്പോൾ നമുക്ക് V ആഡഡ് എന്ന് എഴുതാം. ഇവിടെ V2 വേണ്ട, നമുക്ക് കൺഫ്യൂഷൻ ആവും. V ആഡഡ് എന്ന് എഴുതാം, ആഡ് ചെയ്ത ഒരു വാല്യൂ അല്ലേ? അപ്പോൾ 200 ml. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ആൻസർ കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന മിസ്റ്റേക്ക് ഈ ഒരാളാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതാം? M1 എന്ന് പറഞ്ഞാൽ 0.5 മോൾ അല്ലേ? 0.5 മോൾ ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ml ഡിവൈഡഡ് ബൈ നമ്മൾ V2 ഇപ്പോൾ പറഞ്ഞു എന്താണ്? ഫൈനൽ വോളിയം ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യണം. സോ V2 ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 300 ml എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എന്ത് വരും? ചെയ്ത് നോക്കിയേ, സിംപ്ലിഫൈ ചെയ്തേ. 50/300 എന്ന് വരും. അപ്പോൾ എന്താ വരുന്നത്? 1/6 എന്ന് വരും അല്ലേ? 1/6 എന്ന് വരുമ്പോൾ 0.166 സംതിങ് ആൻസർ വരും. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0.167 0.167 ഓപ്ഷൻ എ ആണതിൽ കറക്റ്റ് ആൻസർ. അപ്പോൾ തെറ്റ് ചെയ്യരുത്. കാരണം എന്താ? ഇപ്പോൾ ഇതാ ഈ ഒരു V2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് വേണം എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ കൺസിഡർ ചെയ്ത് പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നോർമാലിറ്റി ഓഫ് 1 മോൾ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ? നോർമാലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ മൊളാരിറ്റി വെച്ചിട്ടൊക്കെയാണ് ചെയ്തത് അല്ലേ? മോള്, മൊളാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നോർമാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതായത് മൊളാരിറ്റി ഇൻറ്റു നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക. നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൊളാരിറ്റി ഇൻറ്റു
മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടറാണ് ചെയ്യേണ്ടത്. എൻ ഫാക്ടറാണ് ചെയ്യേണ്ടത് കേട്ടോ. എൻ ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എന്താ എം നമ്മുടെ കയ്യിലുണ്ട്. മൊളാരിറ്റി എം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതായത് 1 m തന്നിട്ടുണ്ട്. എൻ ഫാക്ടർ നമുക്കറിയില്ല. അപ്പോൾ എൻ ഫാക്ടർ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഈ സോഡിയം കാർബണേറ്റ്, അതായത് Na2CO3 അല്ലേ, സോഡിയം കാർബണേറ്റിൻ്റെ ഇക്വേഷൻ ഇതല്ലേ ഫോർമുല, Na2CO3 ഈ എന്താണ്, ഒരു സാൾട്ടാണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുകയാണ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് Na2CO3 എന്താ സംഭവിച്ചത്, Na2CO3 എന്ത് ചെയ്യാണ്, ഡിസോൾവ് ഇൻ വാട്ടർ ആണെങ്കിൽ, ഡിസോൾവ്സ് ഇൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് കിട്ടുന്നത്, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്ക്. Na2CO3 എന്ന് പറയുന്നത് ഇങ്ങനെയാ, 2Na+ എന്ത് വരും, CO3 2- ഇങ്ങനെയായിട്ടായിരിക്കും അത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ ഫാക്ടർ ഓഫ് എ സാൾട്ട്, എൻ ഫാക്ടർ, നമുക്ക് എൻ ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലേ. അതായത് ഇവിടെ മൊളാരിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നോട്ട് ചെയ്യുക 1 m ആണ്. പക്ഷെ നമുക്ക് എന്തില്ല, എൻ ഫാക്ടർ ഇവിടെ ഇല്ല. അപ്പോൾ എൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇതൊരു സാൾട്ട് അല്ലേ, സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സാൾട്ടാണ്. അപ്പോൾ എൻ ഫാക്ടർ ഫോർ എ സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പോസിറ്റീവ്, പോസിറ്റീവ് അല്ലെങ്കിൽ എന്താണ്, നെഗറ്റീവ് ചാർജ് പെർ മോളിക്യൂൾ ആണ്. എന്താണ് ടോട്ടൽ പോസിറ്റീവ് അല്ലെങ്കിൽ എന്താണ്, നെഗറ്റീവ് ചാർജ് പെർ മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ എൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ, 2Na+ അയോൺ അല്ലേ, 2Na+ അയോണിലെ ഈ ഒരു കേസ് നോക്കിയാൽ 2Na+ അയോൺസ് ഉണ്ട്. 2Na+ അയോൺസിൽ എത്രയാണ്, 1 പോസിറ്റീവ് ചാർജ് ആണുള്ളത്, കാണുന്നില്ലേ, 1 പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2Na+ അയോൺസ് അല്ലേ, ഈ കണ്ടെയ്ൻ എന്താണ്, +1 ചാർജ് ആണ്. ഓക്കെ, അടുത്ത കേസ് എന്താണ്, 1 ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ 1 CO3 2- അയോൺസിൻ്റെ കേസിൽ അയോൺസ് കണ്ടെയ്ൻ എന്താ വരുന്നത്, -2 ചാർജാണ്. കിട്ടിയില്ലേ, -2 ചാർജ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എൻ ഫാക്ടർ ഓഫ് Na2CO3 എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിട്ടല്ലേ എടുക്കേണ്ടത്, അത് 2 ആണ് കേട്ടോ. അപ്പോൾ എൻ ഫാക്ടർ, ഓക്കെ, എൻ ഫാക്ടർ ഓഫ് Na2CO3 എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നോർമാലിറ്റി കണ്ടുപിടിക്കാൻ, നോർമാലിറ്റി ഈക്വൽ ടു എന്ത് വരാം, 1 ഇൻറ്റു അല്ലേ, എത്ര മൊളാരിറ്റി ഉണ്ട്, 1 ഇൻറ്റു 2 ചെയ്താൽ മതി. 1 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ആൻസർ കിട്ടും എന്നാണ് ഇവിടെ 2 എന്ന് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കേട്ടോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറെ പ്രോബ്ലംസിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് ചെയ്യാനുള്ളതാണ്, വരുന്നതാണ് ഈ ഒരു കേസ്. മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ എൻ ഫാക്ടറാണ് നമ്മൾ, അതായത് സോഡിയം കാർബണേറ്റിൻ്റെ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. സോഡിയം കാർബണേറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ Na2CO3 ആണ് വാട്ടറിൽ അല്ലേ. CO3 എന്ന് പറയുന്നത് എന്താണ്, ഒരു സാൾട്ടാണ്. അത് ഡിസോൾവ്സ് ഇൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് Na2CO3 എന്ന് പറയുന്നതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് 2Na+ CO3 2- ആക്കി എഴുതി. അപ്പോൾ 2Na+ൽ എത്രയുണ്ട്, +1 ചാർജ് ആണുള്ളത്. 1 CO3 2- അയോണിൽ എത്രയാണ്, 2 ചാർജസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ എൻ ഫാക്ടർ ഓഫ് Na2CO3 എന്ന് പറയുമ്പോൾ അത് 2 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 2 നോർമാലിറ്റിന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റർ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് പാരാമീറ്ററാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഉള്ളത്? മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മാസ് ഫ്രാക്ഷൻ. ഏതാണ്? മൊളാരിറ്റി ആണ് കേട്ടോ. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല, മൊളാരിറ്റി കണ്ടുപിടിക്കാൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തുകൊണ്ടാണെന്ന് അത് അറിയണ്ടേ. ഇപ്പം മൊളാരിറ്റി എന്ന് പറയുന്നത്, മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ, മോൾസ് പെർ
നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് മൊളാരിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നുണ്ട് കേട്ടോ, സോറി മാറിപ്പോയതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നുണ്ട്, നോട്ട് ചെയ്യുക കേട്ടോ. ബൈ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ എന്താണ്, അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വോളിയത്തിനെ, സൊല്യൂഷൻ്റെ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഈ ഡിപ്പെൻഡ്സ് ഓൺ വോളിയം ഓഫ് സൊല്യൂഷൻ. എന്തിൻ്റെ സൊല്യൂഷന്, വോളിയം ഓഫ് സൊല്യൂഷനെ അത് ഡിപ്പെൻഡ് ചെയ്യും. സോ അതെന്ത് തന്നെയാണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് അതെന്താണ്, ലിറ്റർ ഓഫ് സൊല്യൂഷൻ, ഇത് മാത്രം നോട്ട് ചെയ്താൽ മതി. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. സോ അതെന്താണ്, വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വോളിയം എന്താണ്, നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. അതാണ് മൊളാലിറ്റി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കിയേ, മൊളാലിറ്റി. അപ്പോൾ അതും ഒരു കൺഫ്യൂഷൻ ആവും അല്ലേ. മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കിയത്, മോൾസ് ഓഫ് സൊല്യൂട്ട്, എത്ര മോൾസ് അല്ലേ, മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്നാണ്. വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്നാണ് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഉള്ളത്. അപ്പോൾ അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മോൾസ് അല്ലെങ്കിൽ വെയിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിനെയാണ്, മോൾസ് അല്ലെങ്കിൽ വെയിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താണ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി മാസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര അല്ലേ മോൾ ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ എന്താണ് സോൾവെന്റ് ബൈ ടോട്ടൽ മോൾ ഓഫ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസിൽ അതൊക്കെ ഉണ്ട് കേട്ടോ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതും എന്ത് ചെയ്യില്ല, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതാണ് താഴെ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സിൽ ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ചോദിച്ചാൽ മൊളാരിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ വൺ ഓഫ് ദ സിസ്റ്റം വിച്ച് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ ഏത് സിസ്റ്റത്തിലാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റോൾസ് ലോയിൽ നിന്ന് റോൾസ് ലോയിൽ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ തന്നിട്ടുള്ള പോസിറ്റീവ് ഏതാണ് അല്ലേ, റൂൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ ചെയ്യുന്ന സിസ്റ്റത്തിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്തനോൾ ബെൻസീൻ ആണ് അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഏതാണ്, എത്തനോൾ ബെൻസീൻ ആണ്. അപ്പോൾ റൂൾസ് ലോ ഒബേ ചെയ്യുന്നത് സാധാരണ ഐഡിയൽ സൊല്യൂഷൻ, അതുപോലെ നോട്ട് ഒബേ ചെയ്യാത്തത് നോൺ ഐഡിയൽ സൊല്യൂഷൻസിലാണ്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതായത് റൂൾസ് ലോ ഒബേ ചെയ്യുന്നത് ഏതിലാണ്, ഐഡിയൽ സൊല്യൂഷനും. നോട്ട് ഒബേ ചെയ്യാത്തത് ഏതാണ്, നോൺ ഐഡിയൽ സൊല്യൂഷനിലും ആയിരിക്കും. അപ്പോൾ ഈ നോൺ ഐഡിയൽ സൊല്യൂഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻസും എന്തിനകത്തുണ്ട്, ഈ നോൺ ഐഡിയൽ സൊല്യൂഷനകത്തുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്, അതായത് എത്തനോൾ ബെൻസീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂൾസ് ലോയിൽ എന്താണ്, ഒരു പ്രഷറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റൂൾസ് ലോ റിലേറ്റഡ് ആയിട്ട് എന്താണ്, ഒരു വേപ്പർ പ്രഷർ അത് എക്സ്പെക്റ്റ് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ വേപ്പർ പ്രഷർ ആണെങ്കിൽ എന്താണ്, അതാണ് ഈ പോസിറ്റീവ് ഡീവിയേഷൻ. മനസ്സിലാക്കുക കേട്ടോ, അതാണ് ഇതെന്ത് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എത്തനോൾ ബെൻസീൻ. അപ്പം നിങ്ങൾ എന്താണ് അതിൽ നെഗറ്റീവ് ഡീവിയേഷനിൽ വരുന്ന എക്സാമ്പിളും പോസിറ്റീവ് ഡീവിയേഷനിൽ വരുന്ന എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്താ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതായത് ചിലപ്പോൾ എന്താണ് മോളിക്യൂൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കും അല്ലേ. ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ അതെന്താണ് സെയിം മോളിക്യൂൾ, അതായത് അതിൽ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലോ പ്രകാരം. അതായത് സെയിം മോളിക്യൂൾസ് ഇൻട്രാക്ഷൻ ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ്. അതായത് ഇപ്പോൾ ഞാനൊരു സെയിം മോളിക്യൂൾ പറഞ്ഞാൽ എ അല്ലെങ്കിൽ ബി അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് സെയിം മോളിക്യൂളാണ്. അപ്പോൾ ആ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്തിനെ ഡിഫറെൻറ്റ് മോളിക്യൂൾസിനെയും കാട്ടി കൂടുതലാണെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെ പറയാം, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന രീതിയിലൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എത്തനോൾ ബെൻസീൻ ആണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ഒരു സൊല്യൂഷൻ്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ്. നേച്ചർ ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾ, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഏതിനെയാണ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ്. എന്തിനാണ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോക്കിയാൽ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ
solvent, depression of freezing point of the solvent, elevation of boiling point of the solvent, osmotic pressure of the solution. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത്. അത് നന്നായി നോട്ട് ചെയ്യുക, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണെന്നുള്ള കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്ത് പഠിച്ചു പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. A solution of two liquid A and B show a positive deviation from Routh's law. Which of the following statement is not true for this solution? അപ്പോൾ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. രണ്ട് സൊല്യൂഷൻ ഉണ്ട്, എ ആൻഡ് ബി എന്താ ചെയ്യുന്നത്, ഷോസ് ദ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൂട്ട്സ് ലോ ആണെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോട്ട് ട്രൂ ഫോർ ദിസ് സൊല്യൂഷൻ, ആ സൊല്യൂഷനുമായിട്ട് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അപ്പോൾ നോക്കിയത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ വീക്കർ ദാൻ ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് പറഞ്ഞാൽ സെയിം ഇന്റർമോളിക്കുലർ അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. സെയിം ഇന്റർമോളിക്കുലർ ടൈപ്സ് interaction എന്ന് വിചാരിക്കാം. പിന്നെ ഓപ്ഷൻ ബി എന്താ, the solution will show maximum value in vapor pressure composition diagram. The vapor pressure of the solution is higher than the pressure predicted by Routh's law. The boiling point of solution will be higher than the boiling point of both പ്യുവർ എ ആൻഡ് പ്യുവർ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇത് മാത്രമേ എന്ത് ചെയ്യുന്നില്ല, ട്രൂ, ആ സൊല്യൂഷനുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. റൂട്ട്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കോമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് മോൾ fraction in the solution and the vapor pressure in the pure state എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്യുവർ ഡീവിയേഷൻ ഒക്കെ അല്ലെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ഒക്കെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ആൻഡ് വീക്കർ ദാൻ ദോസ് കോമ്പോണൻറ്റ്സ് എ ഓർ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റീസൺ ഫോർ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ വീക്കർ ദാൻ ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് എന്ത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഒന്ന് നോക്കിയേ. ഇത് നമ്മളുടെ എന്താണ് റീസൺ ഫോർ എന്താണ് പോസിറ്റീവ് ഡീവിയേഷനുള്ള കാരണക്കാരനാണ്. അപ്പോൾ അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഈ ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റീസൺ ഫോർ എന്താണ് പോസിറ്റീവ് ഡീവിയേഷനുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടപ്പോഴും അത് തന്നെയായിരുന്നില്ല. അപ്പോൾ ഇതെന്താണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് നോക്കി, ദ സൊല്യൂഷൻ വിൽ ഷോ മാക്സിമം വാല്യൂ ഇൻ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ ഡയഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും എന്ത് തന്നെയാണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താ, ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഹയർ ദാൻ ദ പ്രഷർ പ്രൊഡിക്റ്റഡ് ബൈ റൂട്ട്സ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്ത് തന്നെയാണ്, ഇതുമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ ഏതാണ് നോട്ട് ട്രൂ എന്ന് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ് അല്ലേ. ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ വിൽ ബി ഹയർ ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബോത്ത് പ്യുവർ എ ആൻഡ് പ്യുവർ ബി ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് നോർമാലിറ്റി? നോർമാലിറ്റിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു, ഓരോന്നിൻ്റെയും യൂണിറ്റ്സുകളും ഫോർമുലയും എല്ലാം പഠിക്കണമെന്ന്. അപ്പോൾ നോർമാലിറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോർമാലിറ്റിൻ്റെ ഇക്വേഷൻ എന്താ, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻറ്റ് ബൈ നമ്പർ ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ് അല്ലേ. നോർമാലിറ്റിയുടെ ഫോർമുല എന്താണ്, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻറ്റ്. അപ്പോൾ നോട്ട് ചെയ്യുക, നോർമാലിറ്റി ഈക്വൽ ടു എന്ത് പറയാം, നമ്പർ ഓഫ് ഗ്രാം equivalent divided by എന്താ വരുന്നത്, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതും യൂസ് ചെയ്യാം. ഓക്കെ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ എന്താ വരിക, n ഈക്വൽ ടു നോർമാലിറ്റി ഈക്വൽ ടു എന്താ ഇക്വലൻറ്റ് ബൈ ലിറ്റർ അല്ലേ. ഗ്രാം ഇക്വലൻറ്റ് ബൈ ലിറ്റർ, അത് തന്നെയാണ് ഓപ്ഷൻ ബി ആണ്. ഗ്രാം ഇക്വലൻറ്റ് ബൈ എന്താണ് ലിറ്റർ, ജിൻ്റെ ഗ്രാം ഇക്വലൻറ്റ് ബൈ ലിറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അപ്പോൾ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെൻട്രേഷൻ ടേംസ് ഈസ് യൂണിറ്റ്ലെസ്? താഴെ തന്നിട്ടുള്ളതിൽ എന്താണ്, താഴെ തന്നിട്ടുള്ള ഏത് ടേം ആണ് യൂണിറ്റ് ഇല്ലാത്തത്, യൂണിറ്റ്ലെസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോർമാലിറ്റി നമ്മളിപ്പോൾ കണ്ടു, എന്താണ് ഗ്രാം ഇക്വലൻറ്റ് അല്ലേ, ഗ്രാം ഇക്വലൻറ്റ് പെർ ലിറ്റർ. അപ്പോൾ അതല്ല,
ഗ്രാം ഇക്വലന്റ് പെർ ലിറ്റർ അല്ല, അതിന് എന്തുണ്ട്, യൂണിറ്റ് ഉണ്ട്. അടുത്ത നോക്കിയേ, മൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ, മോൾസ് പെർ ലിറ്റർ അല്ലേ, മോൾസ് പെർ ലിറ്റർ ആണ് മൊളാരിറ്റി. ഇനി മൊളാലിറ്റി എന്ന് പറയുമ്പോഴെന്താണ്, മോൾസ് പെർ kg, അതിനെയാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾസ് ഓഫ് കോമ്പോണന്റ് ബൈ ടോട്ടൽ മോൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ മോളിലും താഴെ, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താ വരുന്നത്, മോൾസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതെന്താവില്ല, ക്യാൻസലായി പോകും. അപ്പോൾ എന്താ, മോൾ ഫ്രാക്ഷന് എന്തില്ല, യൂണിറ്റ്ലെസ് ആണ്. മനസ്സിലായോ, യൂണിറ്റ്ലെസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, യൂണിറ്റ്ലെസ് ആയിട്ടുള്ളത് ഏതാണെന്ന്. അതെന്താണ്, മോൾ ഫ്രാക്ഷൻ ആണ് അവിടുത്തെ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. അടുത്തത്, ഇൻ എ മിക്സ്ചർ ഓഫ് 1 mole ഓഫ് എത്തനോൾ ആൻഡ് എ 4 mole ഓഫ് വാട്ടർ, വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, നോട്ട് ചെയ്തേ. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, റേഷ്യോ ഓഫ് മോൾസ്, റേഷ്യോ ഓഫ് മോൾസ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്, ടോട്ടൽ മോൾസ്, ടോട്ടൽ മോൾസ് ഇൻ ദ മിക്സ്ചർ. ഓക്കെ, അപ്പോൾ ഇതിലെന്താ വരുന്നത്, ഇതിലെന്തൊക്കെ തന്നിട്ടുണ്ട്, എത്തനോൾ. എത്തനോളിന് എത്രയാ മോള്, എത്തനോളിന് എന്ന് കൊടുക്കാം കേട്ടോ, ഞാൻ 1 mole എന്ന് പറയാം. അടുത്തത് ഏതാ വരുന്നത്, വാട്ടർ. വാട്ടറിന് എത്ര മോൾസ് ആണുള്ളത്, 4 mole ആണ് ഉള്ളത്. മോളുകൾ കിട്ടി അല്ലേ. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് എ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ മോൾസ് കണ്ടുപിടിച്ചാലോ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇതിലെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കൂ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്തനോളിൻ്റെ അല്ലേ, ഞാൻ എത്തനോളും അതുപോലെ വാട്ടറിൻ്റെയും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 + 4 = എന്ത് കിട്ടും, 5 moles എന്ന് കിട്ടും. ഓക്കെ, ടോട്ടൽ മോൾസ് നമുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്യാണ്, എക്സ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യാണ് കേട്ടോ മോൾ ഫ്രാക്ഷനെ. സോ എക്സ് = എന്താ വരുന്നത്, മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് മോൾസ്, അതായത് ഫസ്റ്റ് വൺ എന്താ, നമ്മുടെ എത്തനോളിൻ്റെ മോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് മിക്സ്ചർ ഞാനിപ്പോൾ കണ്ടുപിടിച്ചു 5. സോ എത്രയാണ് വരുന്നത്, 0.2 എന്ന് കിട്ടും. 1/5 = 0.2 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കുകയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടറോ, മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ചോദിച്ചാൽ, മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ തരാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം, മോൾ എത്രയാ, റേഷ്യോ ഓഫ് മോൾ എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട്, വാട്ടറിൻ്റെ 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഇൻ ദ മിക്സ്ചർ ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടുന്നത്, 0.8 എന്ന് കിട്ടും. 0.8 എന്ന് ആൻസർ കിട്ടും കേട്ടോ, വാട്ടറിൻ്റെ കേസാണെങ്കിൽ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ രണ്ടെണ്ണമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എത്തനോളാണ്. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താ വാട്ടറിൻ്റെയും ചോദിക്കാം, അല്ലെങ്കിൽ എന്താ എത്തനോളിൻ്റെയും, രണ്ടിൻ്റെയും കൂടി ആയിട്ടും ചോദിക്കാം. ചെയ്യേണ്ടത് ഇങ്ങനെ ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കുറച്ച് പ്രോബ്ലംസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.